എല്ലാവർക്കും ഹാപ്പി വിഷു. ഇന്ന് ഞാനൊരു വീഡിയോയുമായിട്ട് വരാൻ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വിഷു ആയതുകൊണ്ടും പിന്നെ എനിക്ക് 2 ആഴ്ചയായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടാതിരിക്കുമായിരുന്നു. ചെറിയ ചില ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ലെഗ് പെയിന് കുറച്ച് ഭേദമായിട്ടുണ്ട്. പക്ഷേ കൈയുടെ വേദന ഇപ്പോഴും ഉണ്ട്. എല്ലാം വലിയ പേരുള്ള അസുഖങ്ങളാണ്. ഇപ്പോൾ എനിക്ക് കൈയുടെ വേദന ടെന്നീസ് എൽബോ എന്ന് പറയും. അതിൻ്റെ ഒരു വേദന എന്ന് പറയുമ്പോൾ നമുക്കൊരു കപ്പൊക്കെ പിടിക്കാൻ പോലും ഗ്രിപ്പ് കിട്ടത്തില്ല. നല്ല പെയിനാണ്. അത് കുറച്ച് കുറവുണ്ട്, എന്നാലും കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം അധികം വീഡിയോ ചെയ്യാഞ്ഞത്. എനിവേ ഞാനിനി ചെറിയ വീഡിയോകളൊക്കെ ചെയ്തു തുടങ്ങുകയാണ്. അപ്പോൾ ഒരു വീഡിയോയും ചെയ്യാതിരുന്ന സമയത്താണ് ഞാനൊരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു കമൻറ്റ് ഇങ്ങനെ കണ്ടത്. പക്ഷേ ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ്. എന്നാൽ ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു മനസ്സിനൊരു സന്തോഷമാണ്. കണ്ണൊക്കെ നിറഞ്ഞത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ ലിയ ജോർജ് എഴുതിയൊരു കമൻറ്റാണ്. ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. എൻ്റെ മനസ്സിൽ ഒത്തിരി സന്തോഷം തോന്നിയതുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് കമൻറ്റുകൾ എനിക്ക് വരാറുണ്ട്. ഞാൻ ചില കമൻറ്റുകളൊക്കെ കമ്മ്യൂണിറ്റി ടാബിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ഈ കമൻറ്റ് നിങ്ങളോടൊന്ന് കേൾക്കുമോ? ഹായ് ചേച്ചി, സുഖമാണോ? ദേ ഇപ്പോൾ പ്രഷർ കുക്കർ ചിക്കൻ കറി റെഡിയായി. വളരെ മടിച്ചിട്ടാണ് ഇത് ചെയ്തത്. സക്സസ് ആയില്ലെങ്കിലും എന്ന് വിചാരിച്ചു. ബട്ട് ചേച്ചി ലാസ്റ്റിൽ കുക്കർ തുറന്നപ്പോൾ ആ കറി കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. കിടിലൻ ടേസ്റ്റും. ആ ലീഫ് ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുക്കിംഗ് ചാനൽ ഇത് മാത്രമാണ് കേട്ടോ. ഇത്ര ടേസ്റ്റി ആയിട്ട് എങ്ങനെ പറ്റുന്നു ചേച്ചി? ആ ടേസ്റ്റ് ഞങ്ങൾക്കും കൂടി പകർന്നു തരാൻ തോന്നിയ മനസ്സിനും വലിയൊരു താങ്ക്സ്. ചേച്ചിയുടെ ലിവർ ഫ്രൈഡ് റെസിപ്പി സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ. ആദ്യമായി യൂട്യൂബിൽ കമൻറ്റ് ഇടുന്നതും ഈ ചാനലിലാണ്. ആ ലിവർ ഫ്രൈയുടെ ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞ് ചിക്കൻ ഫ്രൈ, ഗ്രീൻ പീസ്, കടലക്കറി, മോരുകറി, പയറുതോരൻ, മുട്ടക്കുറുമ, പൊട്ടറ്റോ കറി, ടീ, കോഫി, അങ്ങനെ ഒരുവിധം എല്ലാം. ഈ ചാനൽ ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്തു ചേച്ചിയുടെ ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള കുക്കിംഗ്. എൻ്റെ വീട് മാവേലിക്കരയാണ്. മാരീഡ് ടു ഗുരുവായൂർ. ഇപ്പോൾ ഇറ്റലിയിലാണ്. 3.5 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സ്നാക്സ് ഒക്കെ ഇടണേ ചേച്ചി. ഈ കമൻറ്റ് വായിക്കുന്ന എല്ലാവരോടും ഞാനൊന്ന് പറഞ്ഞോട്ടെ. നല്ല ടേസ്റ്റി ഫുഡ് അടിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണോ നിങ്ങൾ? ബിന്ദു ചേച്ചിയുടെ റെസിപ്പീസ് ട്രൈ ചെയ്യൂ. ഞാൻ ആലപ്പുഴ, പത്തനംതിട്ടയിലൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആളായതുകൊണ്ടാണോ എന്നറിയില്ല. എന്നാലും ഒരു വട്ടം എല്ലാവരും ട്രൈ ചെയ്യണം ചേച്ചിയുടെ റെസിപ്പീസ്. താങ്ക് യു ചേച്ചി. ഈ കമൻറ്റ് വായിച്ചിട്ട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ലിയ ജോർജിനൊരു താങ്ക്സ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ലെങ്തി ആയിട്ട് നിങ്ങൾ ടൈം എടുത്ത് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈനാപ്പിൾ പച്ചടിയാണ്. വിഷുവിന് ഉണ്ടാക്കാൻ പറ്റുന്ന, സദ്യക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കറിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ കിട്ടുന്ന ലുലുവിൻ്റെ ഫിലിപ്പൈൻസിലെ പൈനാപ്പിളാണ്. അപ്പോൾ അത് ഒരുപാട് അങ്ങ് പഴുത്ത് പൈനാപ്പിളല്ല എടുത്തിരിക്കുന്നത്. കുറച്ച് മീഡിയം പഴുത്ത പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പൈനാപ്പിളാണെങ്കിൽ കുറച്ച് പഴുത്ത പൈനാപ്പിൾ തന്നെ എടുക്കുക. നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഇത് ഞാനിതിൽ തൈര് കാണിച്ചിരിക്കുന്ന പാർട്ടിൽ ആ തൈര് ഞാൻ വെള്ളം ചേർത്തല്ല മിക്സ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ തന്നെ സ്പൂൺ വെച്ചൊന്ന് ഉടച്ചെടുക്കുമായിരുന്നു ചെയ്തത്. അത് ഞാൻ റെസിപ്പിക്കൊക്കെ പറയാൻ മറന്നുപോയി. അപ്പോൾ പല നാട്ടിലും പല രീതിയിലാണ് അറിയപ്പെടുന്നത്. എൻ്റെ നാട് പത്തനംതിട്ടയിൽ പച്ചടി എന്നാണ് പറയുന്നത്. പച്ചടിയെന്നും കിച്ചടിയെന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പറയാം. അപ്പോഴൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നല്ലതുപോലെ ചൂടായി. ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ ഡിഷിന് വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. ഇപ്പം എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടി. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. ചെറിയൊരു കഷ്ണം മതി. 6 കഷ്ണം ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. അതിൻ്റെ കൂടെ 2.5 പച്ചമുളക്, 2 പച്ചമുളക്, പിന്നെ ഒരു 1/2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ. അതും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തത്.
അപ്പം നിങ്ങളുടെ എരിവ് അനുസരിച്ച് പച്ചമുളക് ചേർക്കാൻ ശ്രദ്ധിക്കുക. എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 3 പച്ചമുളക് വരെ ചേർക്കാം. ഈ കുഞ്ഞുള്ളി ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, ബ്രൗൺ നിറം ഒന്നും ആവണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു പൈനാപ്പിളിൻ്റെ നേർ പകുതി എടുത്തിട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കാണാമല്ലോ, ചെറിയ പീസായിട്ട് ഇതേപോലെ വേണം അരിഞ്ഞെടുക്കാൻ. ഇത് ഒരുപാട് പഴുത്തതല്ല, വിളഞ്ഞ പൈനാപ്പിളാണ്. ഒരുപാട് പഴുത്ത പൈനാപ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഈ പച്ചടിക്കകത്ത് കിടന്നങ്ങ് നല്ലതായിട്ട് അലുത്തു പോവും. അപ്പം ഇങ്ങനെ എടുത്താൽ മതിയേ. ഇത് ചേർത്ത് കൊടുക്കാം. ഈ ജസ്റ്റ് ഇത് വഴറ്റാം. ഇപ്പോൾ ഈ പൈനാപ്പിൾ ഈ എണ്ണയിൽ കിടന്നതന്നെ നല്ലതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ ഇതങ്ങ് വേവും. ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുമേ. നമ്മൾ വേറെ ഇത് വേവിക്കുന്നില്ല. ഞാനിതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് വഴന്ന് കിട്ടും. ഇത് ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞത് കൊണ്ടേ ഇതിപ്പം തന്നെ അങ്ങ് കുക്കായിട്ട് കിട്ടും. അപ്പം ഞാനിത് വഴറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചിലരാണെങ്കിൽ ഇത് വേവിച്ചെടുക്കും, വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കും. എങ്ങനെയായാലും പൈനാപ്പിൾ വെന്ത് കിട്ടണം. പക്ഷേ ഞാനിത് ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് വഴറ്റിയെടുക്കുന്നത്. ഇത് എൻ്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്. ഇനി ഇത് വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഈ കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങ, 1 കപ്പ് കറക്റ്റ് ഇല്ല, ഇത്രയും തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം അഥവാ നല്ല ജീരകം, അതുപോലെ ഈ സ്പൂണിൽ തന്നെ 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർക്കുക. ഇത് 3ഉം കൂടെ കുറച്ച് വെള്ളം ചേർത്ത് പട്ടുപോലെ അരച്ചെടുക്കും. ഇനി അതുപോലെ വേറൊരു കാര്യം ഇവിടെ പറയാനുണ്ട്. ഇത് അരച്ചെടുക്കുമ്പോൾ ചിലർക്ക് നല്ലതായിട്ട് അരഞ്ഞു കിട്ടത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മിക്സിയുടെ ഗ്രൈൻഡറിൽ വെള്ളമൊന്നും ചേർക്കാതെ ഈ തേങ്ങ ആദ്യം ഇട്ടൊന്ന് പൊടിക്കണം. എന്നിട്ട് അരയ്ക്കുന്ന ജാറിലിട്ട് നല്ലതുപോലെ വെള്ളം ചേർത്ത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അരഞ്ഞു കിട്ടും. അപ്പം ഞാനിത് അരച്ചെടുത്തുകൊണ്ട് വരാമേ. അപ്പം ഞാനിവിടെ തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിൾ ഇവിടെ കറക്റ്റായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ അരപ്പ് കഴുകി അങ്ങ് ഒഴിക്കുവാണ്. ഈ കഴുകി ഒഴിച്ച ഈ അരപ്പും അതുപോലെ തന്നെ ഈ തേങ്ങ ഇതും കൂടെ നല്ലതായിട്ടൊന്ന് വേവണം. അതിന് ഞാൻ ചെറിയ തീയിൽ അടച്ചു വെക്കുവാണ്. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഞാനിതിൻ്റെ അടപ്പ് മാറ്റുവാണ്. ഒരു 4 മിനിറ്റ് ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇപ്പം നല്ലതുപോലെ അത് തിളച്ചിട്ട് നമ്മൾ ഇച്ചിരി വെള്ളം ചേർത്താണ് ഇതിൻ്റെ അകത്തോട്ട് അരപ്പ് ചേർത്തത്. ആ മിക്സി കഴുകി ഒഴിച്ചത് അതങ്ങ് വറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അതായത് പൈനാപ്പിൾ വഴറ്റിയപ്പോൾ അഥവാ ഇത് കുക്കായിട്ടില്ലെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പീസസ് കുക്കായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അത് കുക്കായിക്കോളും. അതുകൊണ്ടാണ് ഞാനിത് അത്ര നേരം അടച്ചും കൂടെ വെച്ചത്. ഇനി നമുക്ക് ഇതിവിടെ തീ അങ്ങ് ഓഫ് ചെയ്യാമേ. തീ ഓഫ് ചെയ്ത് ഇനി നമുക്കിതൊന്ന് തണുക്കണം. എന്ന് പറഞ്ഞാൽ ചൂടാറണം. ചൂടാറിയിട്ടേ നമ്മളിതിൽ തൈര് ചേർക്കാവൂ. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. അപ്പോൾ ഒന്ന് ചൂടാറട്ടെ. ഇത് നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml 1 കപ്പ് തൈരാണ് ചേർക്കുന്നത്. അപ്പം തൈരിൻ്റെ പുളിയൊക്കെ അനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. അപ്പം നമുക്ക് ഇത്രയും ചേർത്ത് നോക്കാം. നമ്മളാദ്യം പൈനാപ്പിൾ വഴറ്റിയപ്പം കുറച്ച് ഉപ്പ് ചേർത്തതാണ്. ഇപ്പോഴും കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്ക് പാകത്തിന് ഉപ്പാക്കി എടുക്കാമേ. അപ്പം ഞാനിതിൽ തൈര് ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി ഇതൊരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഇതിലും അങ്ങ് കുറുകും. കാരണം ഈ പച്ചടി ഇരിക്കും തോറും കുറുകി വരും. ഇതാണ് കറക്റ്റ് പാകം. നമുക്ക് ഇതിനകത്തേക്ക് കടുക് താളിച്ച് ചേർക്കാം. ഞാനൊരു ചീനച്ചട്ടി ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം.
2 തണ്ട് കറിവേപ്പില, ഒരു വറ്റൽമുളക്, 2-3 വറ്റൽമുളക് എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടേക്കുവാണേ. അതിൻ്റെ കൂടെ 5 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇപ്പം ചുവന്നുള്ളി ഇവിടെ നല്ലതുപോലെ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. തീ ഓഫാക്കിയിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകുമേ. നമ്മുടെ പച്ചടിയുടെ ഗാർണിഷാണിത്. ഇനി കടുക് താളിച്ചത് നമുക്ക് ഈ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഇതിൻ്റെ ഉപ്പും എരിവും അതുപോലെ തന്നെ തൈരിൻ്റെ പുളി എല്ലാം കറക്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ റെസിപ്പിയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.